മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിലീപ് നിരപരാധിയെങ്കിൽ ആ കൊട്ടേഷന് പിന്നിൽ ആര്? ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ ഇടിമുഴക്കമായി മുഴങ്ങുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല. 2017 ഫെബ്രുവരി 17 വൈകുന്നേരത്തെ അതിക്രൂര സംഭവം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർമ്മയിലേക്കെടുക്കാം. കൊച്ചിയിലെ ലാൽ ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് അതിജീവിതയായ നടിക്ക് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ ഒരു കാർ ഏർപ്പാടാക്കി കൊടുക്കുന്നു. ഈ വിവരം പൾസർ സുനി അതീവ രഹസ്യമായി മനസ്സിലാക്കി. മാർട്ടിൻ എന്ന ഡ്രൈവറിനെ നടിയെ കൂട്ടിക്കൊണ്ടുവരാനായി മനോജ് വിടുന്നു. ഒരു മഹീന്ദ്ര XUV 500. ഈ വാഹനമാണ് നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ തൃശ്ശൂരിലെ വീട്ടിലെത്തിയത്. നടി വാഹനത്തിൽ കയറി. ബെല്ലെ പോയാൽ മതിയല്ലോ എന്ന ഡ്രൈവർ മാർട്ടിൻ്റെ ചോദ്യം. പയ്യെ പോയാൽ മതി എന്ന് നടി പറയുന്നു. ലാൽ മീഡിയയിലേക്കാണോ പോകേണ്ടത് എന്ന് ഡ്രൈവർ മാർട്ടിൻ നടിയോട് ചോദിക്കുന്നു. എനിക്ക് പനമ്പള്ളി നഗറിലേക്കൊന്ന് പോകണം, അവിടെ സുഹൃത്ത് രമ്യയുടെ വീട്ടിൽ ഒരു പ്രോഗ്രാമുണ്ട്. കാർ വളരെ പതിയെയാണ് തൃശ്ശൂരിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയത്. നടിക്ക് തന്നെ ഒരു സംശയം, ഇത്ര മെല്ലെ പോയാൽ മതിയോ? 9 മണിക്ക് തനിക്ക് രമ്യയുടെ വീട്ടിലെത്തണമെന്ന് നടി ഡ്രൈവർ മാർട്ടിനെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാഹനത്തിൽ നടി ഒറ്റയ്ക്കാണ് പിൻഭാഗത്തെ സീറ്റിലിരിക്കുന്നത്. രാത്രി 9 മണിയോടടുത്തു. ആലുവ അത്താണിക്കടുത്തായി കാർ. അപ്പോഴതാ പെട്ടെന്നൊരു ടെമ്പോ ട്രാവലർ കാറിൽ ഉരസി നിൽക്കുന്നു. ടെമ്പോ ട്രാവലറിലുള്ളവർ ചാടി പുറത്തേക്കിറങ്ങി മാർട്ടിനുമായി എന്തോ സംസാരിക്കുന്നു. കാറിൽ നിന്നിറങ്ങിയ മാർട്ടിൻ ആ സംഘവുമായി സംസാരിക്കുമ്പോൾ നടി കരുതി അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസാരിക്കുകയാണെന്ന്. എന്നാൽ ടെമ്പോ ട്രാവലറിലുണ്ടായിരുന്നവർ ചാടി നടിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു. ഒരുവൻ മുൻ സീറ്റിലും. നടി സഞ്ചരിച്ചിരുന്ന SUV കാറെടുത്ത് വീണ്ടും യാത്ര തുടങ്ങുന്നു. എന്താണിതെന്ന് ചോദിച്ചുകൊണ്ട് നടി പെട്ടെന്ന് തന്നെ നടിയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. അതിലൊരാൾ. മറ്റൊരാൾ നടിയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കുന്നു. പ്രശ്നമുണ്ടാക്കരുത് എന്ന് മാർട്ടിൻ നടിയോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് കാർ മുന്നോട്ടേക്ക്. കളമശ്ശേരിയിൽ എത്തിയപ്പോൾ കാറിൽ നിന്നൊരുത്തൻ പുറത്തേക്ക് ചാടി. പെട്ടെന്ന് തന്നെ പുറത്തു നിന്നൊരാൾ അകത്തേക്ക് കയറി. കാറിൻ്റെ പിന്നിൽ അപ്പോഴും ആ ടെമ്പോ ട്രാവലർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നടി മനസ്സിലാക്കി. താൻ ഒരു വലിയ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ലാൽ മീഡിയയിലേക്ക് വാഹനം തിരിക്കാതെ നേരെ ബൈപ്പാസിൽ നിന്നും ഇടറോഡിലുള്ള വഴികളിലേക്ക്. ഒടുവിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുന്നു. പെട്ടെന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് മാർട്ടിനെ ഇറക്കി ആ സീറ്റിൽ ഒരാൾ കയറിയിരിക്കുന്നു. അതിജീവിതയായ നടി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഗോവയിൽ നിന്നും തന്നെ വാഹനത്തിൽ വിളിക്കാൻ വന്ന പൾസർ സുനി. പെട്ടെന്ന് അയാൾ തിരിഞ്ഞ് നടിയെ നോക്കി. അതിജീവിതയ്ക്ക് അയാളെ മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എന്നെ മനസ്സിലായല്ലേ എന്നായിരുന്നു അയാളുടെ പ്രതികരണം. ഞാൻ പൾസർ സുനിയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ അയാൾ തുടർന്നു. ഞങ്ങളൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ നഗ്ന വീഡിയോ ഞങ്ങൾക്ക് വേണം. പിന്നീട് വെണ്ണല ഭാഗത്തെ ഊടുവഴികളിലൂടെ ആ കാർ സഞ്ചരിച്ചു. സീപോർട്ട് റോഡിലെത്തിയപ്പോൾ വണ്ടി നിർത്തി. ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങിയ സുനിൽ നേരെ നടിയുടെ അടുക്കൽ ഇരിപ്പുറപ്പിച്ചു. നിങ്ങളുടെ നഗ്ന വീഡിയോ എടുക്കാൻ ഞങ്ങൾക്കൊരു കൊട്ടേഷൻ ലഭിച്ചു, അതുകൊണ്ട് സഹകരിക്കണമെന്നായി പൾസർ സുനി. നിങ്ങളൊന്ന് സഹകരിച്ചാൽ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാം. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ വലിച്ചിഴച്ച് ഒരു ഫ്ലാറ്റിൽ കൊണ്ടുചെല്ലും. അവിടെ ഒരുപാട് പേർ നിന്നെ പിച്ചി ചീന്താൻ കാത്തിരിപ്പുണ്ട്. പിന്നീട് അവരുടെ ഭാഷ അത് കൂടുതൽ കടുപ്പമുള്ളതായി. അവളുടെ വസ്ത്രങ്ങൾ അവർ വലിച്ചെറിഞ്ഞു. ആര് തന്ന കൊട്ടേഷൻ എന്ന് ഇതിനിടയിൽ അതിജീവിത അവരോട് ചോദിക്കുന്നു. മാഡമാണ് കൊട്ടേഷൻ തന്നതെന്നായിരുന്നു അവരുടെ മറുപടി. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വിവാഹം അടുത്തിരിക്കുന്നു, അച്ഛൻ മരിച്ചിട്ട് അധികകാലമായില്ല, ഒരു ട്രോമ, അതെനിക്ക് താങ്ങാൻ കഴിയില്ല. അവരുടെ കാലിലേക്ക് വീണ് നടി കെഞ്ചിക്കരഞ്ഞു. എന്നാൽ വീഡിയോ എടുത്തേ ഞങ്ങൾ മടങ്ങൂ എന്ന വാശിയിലായി പൾസർ സുനി. തുടർന്ന് അവളുടെ വസ്ത്രങ്ങൾ അവർ മാറ്റി. അവളെ അതിക്രൂരമായി അവർ ബലാത്സംഗം ചെയ്യുന്നു. അതിൻ്റെ തുടക്കത്തിൽ പൾസർ സുനി ഒരു ക്യാമറ കൊണ്ടുവരാൻ പറയുമ്പോൾ ടെമ്പോ ട്രാവലറിൽ നിന്നാണ് മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത്. ആ മൊബൈൽ ഫോണിൽ അവരെല്ലാം റെക്കോർഡ് ചെയ്തു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടതുണ്ട്, കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിച്ചുകൊണ്ട് നിന്നെ ബലാത്സംഗം ചെയ്യുന്ന നഗ്ന വീഡിയോ ആണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി അഥവാ നീ സഹകരിച്ചില്ലെങ്കിൽ അത്തരമൊരു വീഡിയോ ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഈ ശ്രമം തുടരുമെന്നാണ് പൾസർ സുനി അവളെ ഭയപ്പെടുത്തിയത്. ഈ ക്രൂരകൃത്യത്തിന് ശേഷം അവളുടെ ഫോൺ അവർ തിരികെ കൊടുത്തു. അതിലൊരാൾ സോറി മാഡം എന്ന് അവളോട് പറഞ്ഞു. അതിനുശേഷം ഡ്രൈവർ സീറ്റിലേക്ക് വീണ്ടും മാർട്ടിൻ കയറി. നിങ്ങൾക്കും അറിയാമായിരുന്നില്ലേ ഇത് എന്ന അതിജീവിതയുടെ ചോദ്യം. മാർട്ടിൻ ഒന്നും പറഞ്ഞില്ല. എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് മാർട്ടിൻ ചോദിച്ചു. ലാൽ സാറിൻ്റെ വീട്ടിലേക്ക് എന്ന അതിജീവിത.
പിന്നീട് ലാലിൻ്റെ വീട്ടിലേക്ക് ആ വാഹനം തിരിഞ്ഞു. ലാലിൻ്റെ വീട്ടിലെത്തിയ ഉടൻ തന്നെ നടി നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ലാലിനെ കെട്ടിപ്പിടിച്ചവൾ പൊട്ടിക്കരയുകയായിരുന്നു. ലാലിൻ്റെ ഭാര്യ നാൻസി ഓടി വന്നവളെ ആശ്വസിപ്പിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്ന നിമിഷങ്ങളെന്ന് ലാൽ പറഞ്ഞു. ആ കൊടുംകുറ്റവാളികളെ കൊന്നുകളയാനാണ് തനിക്കപ്പോൾ തോന്നിയതെന്ന് ലാൽ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത്രമാത്രം ആത്മസംഘർഷം താൻ അനുഭവിച്ചു. ആൻഡോ ജോസഫിനെ വിളിച്ചു. അപ്പോഴേക്കും ആൻഡോയും പി.ടി. തോമസും അവിടെ എത്തി. മാർട്ടിനെ പിടിച്ചു നിർത്തി ലാൽ ഈ കേസിൽ ആദ്യം നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തിച്ചു. മാർട്ടിനിൽ നിന്ന് പൾസർ സുനിയിലേക്കും അവരുടെ സംഘാംഗങ്ങളിലേക്കും. ഇതൊരു കൊട്ടേഷൻ തന്നെയാണ് എന്നുറപ്പിക്കുകയായിരുന്നു അതിജീവിത അവിടെ വച്ച്. ആര് നൽകിയ കൊട്ടേഷൻ? അതിൽ നിന്നാണ് പിന്നീട് ദിലീപിലേക്കും മറ്റ് നിരവധി കഥകളിലേക്കും നമ്മൾ നീങ്ങിയത്. ദിലീപിന് കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിൻ്റെ വൈരാഗ്യം ആ നടിയോട് തീർക്കുകയായിരുന്നുവത്രേ. നമ്മുടെ ശരീരത്തിൽ ഇഷ്ടമില്ലാതെ ഒരാൾ കടന്ന് ആക്രമിച്ചാൽ അവളെ നഗ്നയാക്കി നഗ്നചിത്രങ്ങൾ പകർത്തുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ട്രോമ, അതിജീവിത കഴിഞ്ഞ 8 വർഷങ്ങളിലൂടെ കടന്നു വന്ന ഓരോ നിമിഷങ്ങളും വിവരിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ കണ്ടമിടറുന്നു. അതുകൊണ്ടാണ് എല്ലാവരോടും കലഹിച്ച് പൊട്ടിത്തെറിച്ചിപ്പോൾ ഫെബ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നത്. എത്രയെത്ര ഉച്ചത്തിലാണ് മലയാള സിനിമാ ലോകത്തെ പലരും അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുച്ചത്തിൽ പറയുന്നത്. ഇതിലൊരു കൊട്ടേഷനില്ല എന്ന് ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതിജീവിതയെ വലിച്ചെറിയുമ്പോൾ അവളെ വീണ്ടും നിങ്ങൾ ഗൂഢാലോചനയുടെ മറ്റൊരിരയായി ചേർത്ത് കോർത്തിണക്കുമ്പോൾ ഒരു അതിജീവിത ഇവിടെ കരയുകയാണ്. ദിലീപിനെ ആഘോഷിക്കുന്നവർക്ക് അതിജീവിതം മറ്റൊരു ചോദ്യചിഹ്നമാകുന്നു. അവിടെയാണ് അവൾക്കൊപ്പം നിൽക്കുന്നവർ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം: ഈ കൊട്ടേഷന് പിന്നിൽ ആരാണ്? നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം കോടതി തള്ളിയതോടെ കേസിൽ കൂടുതൽ ദുരൂഹതകളാണ് മറനീക്കി പുറത്തേക്ക് വരുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചനയില്ല എന്ന് കോടതി വിധിയെഴുതുമ്പോൾ ഒരു തലത്തിലും ഗൂഢാലോചനയില്ല എന്ന് കോടതി പറയുന്നില്ല. മറുവശത്ത് ദിലീപിനെ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രബിന്ദുവായി പോലീസ് സംഘം ചിത്രീകരിച്ച് അയാളെ കൊടും കുറ്റവാളിയാക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് വാദികൾ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ന്യായമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം: ആർക്കു വേണ്ടിയാണ് പൾസർ സുനി ഈ കൊടും ക്രൂരകൃത്യം നടത്തിയത്? എങ്ങനെയാണ് പൾസർ സുനിയുടെ പോക്കറ്റിൽ കോടികൾ വീണത്? ഈ മാഫിയ സംഘത്തിന് വേണ്ടി ഏറ്റവും ഉന്നത അഭിഭാഷകർ എങ്ങനെ കളത്തിലിറങ്ങി? ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്ന യഥാർത്ഥ മാഫിയ ശക്തി ആര്? പണത്തിനും സ്വാധീനത്തിനും മീതെ ഒരു കോടതിയും വിധി പറയില്ല എന്ന് ചില അഭിഭാഷകരും നിയമവിദഗ്ധരുമൊക്കെ ഉച്ചത്തിൽ പറയുമ്പോൾ ജനം നെഞ്ചിൽ കൈവച്ച് നീതി എവിടെ എന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ കേസിൽ ഗൂഢാലോചന നടത്തുമെന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയത്. ഇക്കാര്യം പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദത്തിൽ ശക്തിയുക്തം കോടതിയിൽ അവതരിപ്പിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യർക്ക് മുന്നിൽ അതിജീവിതയായ നടി തുറന്നു പറഞ്ഞതോടെയാണ് ദിലീപിന് അവളോട് വൈരാഗ്യം തോന്നിയതും പിന്നീട് ഒടുക്കത്തെ പകയായി കത്തിയാളിയതും എന്ന് പോലീസ് സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ നിരത്തിയ തെളിവുകൾ. പൾസർ സുനിയുമായി പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ തുക കൊടുക്കാതെ വന്നതോടെയാണ് പൾസർ സുനി ദിലീപിനെതിരെ തിരിഞ്ഞത് ആദ്യഘട്ടത്തിൽ. പിന്നീട് തുക പൾസർ സുനിയുടെ പോക്കറ്റിൽ പല വഴിക്കെത്തി. ദിലീപിനെതിരെ ഒരു ഘട്ടത്തിലും പിന്നീട് പൾസർ സുനി മൊഴി നൽകിയില്ല എന്നൊരു കൂട്ടർ പറയുന്നു. മറുവശത്ത് ഇത്തരം തെളിവുകൾക്ക് മുന്നിൽ എന്തുകൊണ്ട് കോടതി കണ്ണടച്ചു എന്ന ചോദ്യം നിലനിൽക്കുന്നു. തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ വിടുന്നുവെന്നാണ് കോടതി പറഞ്ഞത്. തൽക്കാലം കോടതിയുടെ കണ്ടെത്തൽ നമുക്ക് ശരിവെക്കാം. അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചന യഥാർത്ഥത്തിൽ നടത്തിയ കൊടും കുറ്റവാളി ആര്? ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന പൊളിയാനുള്ള ചില വാദങ്ങൾ ഇതാണ്. ഇത്തരം വാദങ്ങൾ കോടതിയിലും ഉയർത്തി. 2012 അതിജീവിത മഞ്ജുവിനോട് വെളിപ്പെടുത്തിയത് ചില കാര്യങ്ങൾ. ദിലീപിന് ഒരു വൈരാഗ്യം തീർക്കാനായിരുന്നു എങ്കിൽ 2012 മുതൽ 2017 വരെ എന്തിനയാൾ കാത്തിരുന്നു? ഈ ചോദ്യമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അഖിൽ മാരാർ ഉയർത്തുന്നത്. അഖിൽ മാരാരെ പക്ഷേ സോഷ്യൽ മീഡിയ എടുത്തിട്ട് എയറിലിട്ട് അമ്മാനമാടുകയാണ്. അഖിൽ മാരാർ ഇന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ: ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത് അയാൾക്ക് ഇനിയുള്ള ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. എൻ്റെയോ സോഷ്യൽ മീഡിയയിൽ അയാൾ അനുകൂലിക്കുന്ന ആരുടെയോ ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച നാറിയ കളികൾ. അതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് എന്ത് എന്നുകൊണ്ട് എൻ്റെ വാദങ്ങൾ.
പലരുടെയും സംശയങ്ങൾ പൾസർ സുനി ആരും പറയാതെ എന്തിന് ഇത് ചെയ്തു, അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്നു തൊട്ടാണ് വന്നത്. പൾസർ സുനി മുൻപ് ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം വരെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് വാങ്ങിയ കേസുകളുണ്ട്. അതുകൊണ്ട് സുനി സ്വന്തമായി ചെയ്യാം, ഇനി മറ്റാർക്ക് വേണ്ടിയും ചെയ്യാം. ചെയ്തിട്ട് ദിലീപിൻ്റെ പേര് പറയുകയാവും ലക്ഷ്യം. നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലർ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ പിന്തുണയ്ക്കുന്ന നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക, എന്നിട്ട് പീഡനത്തിൻ്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക. ഏതുതരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായതും. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കെട്ടിയ ഒരു പ്ലാനിംഗ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ? 3. മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കെട്ടിയ ക്രൂരനായ ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന് അതിനുള്ള കാരണം മഞ്ജുവിൻ്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോക നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നാളിതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. കാവ്യ എന്തിനു കിട്ടി? 2012 വിവാഹബന്ധം വേർപെടുത്തി 4 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തൻ്റെ പേരിൽ ജീവിതമില്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തൊരു മഹാ അപരാധമാണോ? കാവ്യ കെട്ടിയില്ല എങ്കിൽ ഈ കേസ് പോലും വരില്ല എന്നതായിരുന്നു സത്യം. 2012 വിവാഹബന്ധം വേർപെടുത്തി 2016 കാവ്യയെ കെട്ടി. സിനിമയിൽ കരുത്തനായി തുടരുന്ന ഒരാൾ 2017 സിനിമയിൽ നിന്നും സ്വാഭാവിക പുറത്താവലിനും അടുത്തെത്തിയ ഒരു നടിയെ മുകളിൽ പറഞ്ഞ വിഡ്ഢിത്തരം നിറഞ്ഞ ഒരു പ്ലാൻ തയ്യാറാക്കും എന്ന് സാമാന്യബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? 6. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ പണം ചോദിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ദിലീപ് പരാതി നൽകിയതാണ്. ആരെയെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു. നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. 5 പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നുമില്ല. കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്നത് മാത്രമായിരുന്നു. ഇത്രയും എഴുതിയത് എൻ്റെ നിലപാടിൽ എനിക്ക് ജയിക്കാനും മാന്യത ചമഞ്ഞ് നടക്കുന്ന നാറുകളെ സമൂഹം തിരിച്ചറിയാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് കരുതി മാത്രം. അഖിൽ മാരാരുടെ കുറിപ്പ് സോഷ്യൽ മീഡിയ എടുത്തുടുക്കുകയാണ്. അതിശക്തമായ കമൻറ്റുകൾ. ഇവിടെയാണ് ദിലീപ് അല്ലെങ്കിൽ പിന്നെ മറ്റാരാണ് ഇത്തരമൊരു കൊട്ടേഷൻ നൽകിയതെന്ന വാദം കൂടുതൽ ശക്തിപ്പെടുന്നത്. അന്നു മുതൽ നമ്മൾ കേൾക്കുന്ന ഒട്ടനവധി സംശയങ്ങളുണ്ട്. പൾസർ സുനിയുടെ സംഘം അന്ന് നടിയോട് പറഞ്ഞതൊരു മാഡം കൊട്ടേഷൻ ഏൽപ്പിച്ചുവെന്നാണ്. ആരാണ് മാഡം? ഇപ്പോൾ ഒരു സിദ്ധാന്തം നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത് ആ മാഡത്തെ രക്ഷപ്പെടുത്താൻ ദിലീപിലേക്ക് അന്വേഷണ സംഘം തിരിഞ്ഞു. എന്നാൽ മാഡം രക്ഷപ്പെട്ടു. പിന്നീട് ദുർബലമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദിലീപും രക്ഷപ്പെടുന്നു. ലാൽ മീഡിയയുമായി ബന്ധപ്പെട്ട മറ്റു ചില സംശയങ്ങൾ, ലാലിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, ഈ തിയറിയും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശക്തമായി ഒഴുകുന്നു. ഏകദേശം 8 വർഷത്തിലധികം നീണ്ട നിയമയുദ്ധം. ഒടുവിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ കേരളത്തിൽ ഉയരുന്നു. മറുവശത്ത് യഥാർത്ഥ കൊട്ടേഷൻ ആരുടേത് എന്ന ചോദ്യം കൂടുതൽ ശക്തമാകുന്ന കാഴ്ച. ഈ ചോദ്യം നീതിയുക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.